സൂപ്പർ സ്റ്റാർ നയൻതാര കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രമാണ് അന്നപൂർണി ദി ഗോഡസ് ഓഫ് ഫുഡ്. കുട്ടിക്കാലം മുതൽ ഷെഫാകാൻ ആഗ്രഹിച്ച ബ്രാഹ്മണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന ചിത്രത്തിന് തിയേറ്ററുകളിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിലും OTTയിൽ പ്രതീക്ഷിച്ചതിലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. മികച്ച അഭിപ്രായങ്ങളുമായി OTTയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിന്നും അപ്രതീക്ഷിതമായി നീക്കം ചെയ്തിരിക്കുകയാണ്. നിർമ്മാതാക്കളിൽ ഒന്നായ സി സ്റ്റുഡിയോസ് ആണ് ഈ വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ചിത്രത്തിനെതിരെയുള്ള ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. റിലീസായതിന് പിന്നാലെ ചിത്രം ഹിന്ദുവിരുദ്ധമാണെന്നും ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു സംഘടനകളും മറ്റും രംഗത്തെത്തിയിരുന്നു. പ്രധാനമായും ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായ നായിക നോൺ വെജ് ഭക്ഷണം പാകം ചെയ്യുന്നതും ബിരിയാണി പാകം ചെയ്യുന്നതിനായി നിസ്കരിക്കുന്നതും നായകൻ ശ്രീരാമൻ മാംസബുക്കായിരുന്നു എന്ന് പറയുന്നതും അതുപോലെ ബ്രാഹ്മണ പെൺകുട്ടി മുസ്ലിമിനെ പ്രേമിക്കുന്നതുമെല്ലാം ഹിന്ദു മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിഭാഗം രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിലും മറ്റും ചിത്രത്തിനെതിരെ വ്യാപക വിമർശനങ്ങളും ട്രോളുകളും തലപൊക്കുകയും ചെയ്തു. ശേഷം ഹിന്ദു ആക്ടിവിസ്റ്റായ രമേശ് സോളങ്കി ചിത്രത്തിനെതിരെ ഹിന്ദു IT സെല്ലിൽ പരാതി നൽകിയതോടെയാണ് വിഷയം ആളിക്കത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മുംബൈ പോലീസ് നയൻതാര, ജയ്, സിനിമയുടെ സംവിധായകൻ നിലേഷ് കൃഷ്ണ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയവരുടെ പേരിലും കേസെടുക്കുകയും ചെയ്തു. നാനാഭാഗത്തു നിന്നും വിമർശനങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്നും ഇപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്യുന്നത് വരെ ചിത്രം പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യുകയാണെന്നാണ് നിർമ്മാതാക്കൾ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത്. OTTയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു നീക്കം ചെയ്യൽ വേണ്ടിയിരുന്നില്ലെന്നാണ് ആരാധകർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, മേൽപ്പറഞ്ഞ ഭാഗങ്ങൾ നീക്കം ചെയ്താൽ ചിത്രത്തിന് പൂർണ്ണത ലഭിക്കില്ലെന്നും പറച്ചിലുകളുണ്ട്. സംഭവം വിവാദമായതിനു പിന്നാലെ കോൺഗ്രസ് MP കാർത്തി ചിദംബരം സിനിമയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീരാമൻ മാംസാഹാരം കഴിച്ചിരുന്നെന്നും ഇഷ്ടഭക്ഷണം തെരഞ്ഞെടുക്കുന്നതിൽ അസ്വസ്ഥരാകുന്നവർക്ക് സമർപ്പിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് രാമായണത്തിലെ ഭാഗങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസ്തുത വിഷയത്തിൽ പ്രതികരിച്ചത്. എന്തായാലും താരറാണി ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പൊതുവെ വിവാദങ്ങളിലും മറ്റും പ്രതികരിക്കാത്ത നടി ഇക്കാര്യത്തിലും കാര്യമായി പ്രതികരിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് വിവരങ്ങൾ. നയൻതാരയ്ക്ക് പുറമെ ജയ്, സത്യരാജ്, അച്യുത് കുമാർ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത്. ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നീലേഷ് കൃഷ്ണയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.